തൃച്ചംബരത്തിന്റെ അന്തസ്സും അഭിമാനവും കാറ്റിൽ പറത്തിക്കൊണ്ട് അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ കൈവിലങ്ങുമായിട്ട് വന്നത് അമ്മ മറന്നുപോയി. എന്റെ മനസ്സിൽ മാഡത്തിന് ദൈവത്തിന്റെ സ്ഥാനമുള്ളത്. എന്റെ ജീവൻ പോയാലും ആ കൈകളിൽ വിലങ്ങി വിടാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ഇവിടെ തന്നെ എന്റെ ജീവിതം അവസാനിപ്പിക്കും. എന്തിന്? തൊഴിലാളികൾക്ക് ബോണസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ബാങ്ക് അക്കൗണ്ട് ആ പ്രിയങ്ക ഫ്രീസ് ആക്കിയപ്പോ അമ്മയ്ക്ക് വാക്ക് പാലിക്കാൻ കഴിഞ്ഞതും ഈ കല്യാണി മൂലമാണെന്ന് അമ്മ ഓർക്കണം. സിംഗപ്പൂരിൽ നിന്ന് കിട്ടിയ സമ്മാനത്തുകയും എന്റെ ബ്രാൻഡ് അംബാസിഡറിന്റെ ശമ്പളവും ഒക്കെ വെറുതെ ബാങ്കിൽ കിടക്കുകയല്ലേ. ഈ ബോണസ് കൊടുക്കാൻ അത് തികയുമെങ്കിൽ അതെടുത്ത് കൊടുത്തൂടെ വലിയ കല്യാണിയുടെ അക്കൗണ്ടിലെ പണം മതിയാവും ലേബേഴ്സിന് ബോണസ് കൊടുക്കാൻ. ആനന്ദേ, എന്താ ഇത്? എന്താടാ ഞാൻ എന്റെ അമ്മയോടാ സംസാരിക്കുന്നത്? ആനന്ദ്, മോനെ ഒന്ന് നിർത്ത്. എന്താ ഇത്? എന്നെ സംസാരിക്കാൻ അനുവദിച്ചാൽ എനിക്ക് സംസാരിച്ചേ പറ്റൂ. നീ സംസാരിച്ചോ? പക്ഷേ കല്യാണിയുടെ കുറെ വീരസാഹസിക കഥകൾ നീ ഇവിടെ പറഞ്ഞല്ലോ. കല്യാണി സഹായിച്ചു എന്നൊക്കെ. അവൾ എങ്ങനെ സഹായിച്ചു? ആ പട്ടിക്കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതേ പണപ്പെട്ടിയും കെട്ടിപ്പിടിച്ചോണ്ടായിരുന്നോ? അല്ല, ആ പണമെല്ലാം ഇവിടുന്നുണ്ടായതാ. തൃച്ചംബരത്തെ പണം. ആനന്ദ്, കല്യാണി സ്നേഹമുള്ളവളാ. നമുക്ക് കടപ്പാടുമൊക്കെ ഉണ്ട്. പക്ഷേ അവൾ ഈ കുടുംബത്തിലേക്ക് കയറി വരുമ്പോ ഇവിടെ ആകെ അസ്വസ്ഥതയാ. അതൊരു പക്ഷേ അവളുടെ രാശിയുടെ പ്രശ്നമായിരിക്കും. അമ്മ എന്താ ഈ രാശി എന്നൊക്കെ പറയുന്നത്? അമ്മേ, ജീവിതത്തിൽ ഓരോരുത്തരുടെ സ്വഭാവത്തിന് അമ്മയെ പ്രാധാന്യം കൊടുക്കേണ്ടത്. അമ്മയുടെ വ്യക്തിത്വത്തിൽ അഭിമാനിക്കുന്നവന് ഈ ഞാൻ. അത് ചിലപ്പോ അമ്മയിൽ നിന്ന് നഷ്ടപ്പെടുമ്പോ എനിക്ക് വേദന തോന്നുന്നുണ്ട്. അമ്മ എന്റെ ഉള്ളിലുള്ളത് വലിയൊരു വിഗ്രഹമായിട്ട്. ചില നേരത്ത് ആ വിഗ്രഹങ്ങൾ വീണുടയുമ്പോ നമ്മൾ തകർന്നു പോവും അമ്മേ. ആനന്ദേ, വന്നേ. വിട, ഞാൻ അമ്മയോടല്ലേ സംസാരിക്കുന്നത്? ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇങ്ങോട്ട് വാ. പിടിവിടെ. ആനന്ദ്, മതി സംസാരിച്ചത്. അച്ഛാ, ഞാൻ വരാനല്ലേ പറഞ്ഞത്? എനിക്ക് സംസാരിക്കാനുണ്ട്. അമ്മയും മകനും തമ്മിൽ അടി തുടങ്ങി. തൃച്ചംബരം അങ്ങനെ കലങ്ങി. എന്താ ആനന്ദ ഇങ്ങനൊക്കെ? ചില കാര്യങ്ങളിലൊക്കെ അല്പം ക്ഷമ നമ്മൾ കാണിക്കണം. അമ്മയുടെ നേരം നിന്റെ ശബ്ദം ഉയർന്നിട്ടില്ല. ഈയിടെ അത് ഉയരുന്നു. എന്താ ആനന്ദ ഇത്? പറയരുതെന്ന് എത്ര വിചാരിച്ചാലും പറയിപ്പിക്കല്ലേ അച്ഛാ. കല്യാണി ഇങ്ങനെ നിരന്തരം വേട്ടയാടുമ്പോ എനിക്കത് നോക്കി നിൽക്കാനാവില്ല. നീ കല്യാണി ന്യായീകരിച്ച് പറയുന്നത് മനസ്സിലാക്കാം.
പക്ഷേ നിന്റെ അമ്മയോട് ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത് ശരിയാണോ? ആന്റി ശരിക്കും ഷോക്കായി. അതറിയോ നിനക്ക്? ഇളയമ്മയെ അമ്മ ന്യായീകരിച്ചതാ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് അവരാ. അത് അമ്മയ്ക്ക് അറിയുകയും ചെയ്യാം. എന്നിട്ടും അവരെ ന്യായീകരിച്ചപ്പോ എന്റെ സമനില തെറ്റി. ഞാൻ പറഞ്ഞുപോയി. നിന്റെ അമ്മയ്ക്ക് നിന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് നിനക്കറിയില്ലേ? അഖില അങ്ങനെ സംസാരിച്ചാൽ തന്നെ നീ എതിർക്കാമോ? ഇനി അതിന്റെ പേരിൽ അവൾ എത്ര വിഷമിക്കുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അവളുടെ ലോകം നീ ആനന്ദ്. ശരിയാണ്. പക്ഷെ അച്ഛൻ എന്റെ മനസ്സ് മനസ്സിലാക്കാത്തത് എന്താ? കല്യാണിക്ക് ആരുണ്ട്? അവൾക്ക് വേണ്ടി പറയാൻ ഞാനല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ ഇവിടെ? എന്താ അമ്മയുടെ മനസ്സിലുള്ളതെന്ന് എനിക്കെപ്പോഴും പിടികിട്ടുന്നില്ല. വല്ലാത്ത പ്രശ്നത്തിലേക്കാ പോകുന്നത്. കല്യാണിയുടെ കാര്യത്തിൽ അമ്മ എന്ത് തീരുമാനവും എടുക്കാൻ പോകുന്നതെന്ന് ഓർത്ത് എനിക്ക് പേടിയാവുകയാണ് അച്ഛാ. ഞാൻ എന്താ ചെയ്യേണ്ടത്? മോനെ, കല്യാണി ഈ കുടുംബത്തോട് ചെയ്തിട്ടുള്ള എല്ലാ ഉപകാരങ്ങളും ഒരു നിമിഷം കൊണ്ട് അമ്മ മറന്നു. ആ ഇളയമ്മയുടെ വാക്ക് കേട്ടു. കല്യാണിയെ കൊന്നേ അടങ്ങുമെന്ന മട്ടില്ല ഇളയമ്മ. ഈ ഇളയമ്മയെ അമ്മ എന്താ നിലയ്ക്ക് നിർത്താത്തത്? അച്ഛനറിയാലോ, പണ്ട് ഇവിടെ ഒരു നൃത്ത മത്സരം നടത്തി. നൃത്ത മത്സരത്തിൽ ജയിച്ചു വരുന്നവൾ തൃച്ചംബരത്തെ മൂത്ത മരുമകളാവുമെന്ന് അമ്മ പ്രഖ്യാപിച്ചു. ജയിച്ചു വന്നത് കല്യാണിയല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് കല്യാണി ഇവിടുത്തെ മൂത്ത മരുമകളായില്ല? എന്തുകൊണ്ട് കല്യാണിയുടെ കാര്യത്തിൽ മാത്രം അമ്മയ്ക്ക് മറ്റൊരു നിലപാട്? മറ്റുള്ളവർ എന്ത് കാണിച്ചാലും അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ കല്യാണി ഒന്ന് അനങ്ങിയ അമ്മയ്ക്ക് കുഴപ്പം. ഇത്രയും ഉന്നതമായ മനസ്സുള്ള അമ്മ എന്തിനാണ് ഇളയമ്മയുടെ ഏഷണിക്ക് ചെവി കൊടുക്കുന്നത്? ആനന്ദ്, നിന്റെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. ഇതെന്റെ വികാരമല്ല അച്ഛാ, എന്റെ വിവേകമാ. ഞാൻ താലി കെട്ടിയ പെണ്ണാ കല്യാണി. അവളുടെ കണ്ണീരൊപ്പം കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അവളുടെ കഴുത്തിൽ താലി കെട്ടി? ആനന്ദ്, കല്യാണി നീ താലി കെട്ടിയ പെണ്ണാണെന്ന് എനിക്ക് നിനക്ക് സുബ്രഹ്മണ്യനും അരവിന്ദനും മാത്രമേ അറിയാവൂ. അഖിലയ്ക്ക് അത് അറിയില്ല. അഖിലയ്ക്ക് കല്യാണി ഇവിടുത്തെ വിശ്വസ്തയായ വേലക്കാരി മാത്രമാണ്. അച്ഛാ, സത്യങ്ങൾ കേൾക്കുമ്പോൾ ഞെട്ടിയിട്ട് കാര്യമില്ല ആനന്ദ്. നീ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് ഒരു തെറ്റൊന്നുമല്ല. മക്കളുടെ വികാരങ്ങൾ മാനിക്കാൻ കഴിയാത്ത ഒരു അച്ഛനുമല്ല ഞാൻ. പക്ഷേ എനിക്കിവിടെ പലപ്പോഴും നിസ്സഹായനായി നോക്കി നിൽക്കാനേ കഴിയുന്നു. കുടുംബത്തിന്റെ ഭദ്രതയെ കരുതി, വീട്ടിനുള്ളിലെ സമാധാനത്തെ കരുതി. നീ താലി കെട്ടിയ പെണ്ണിനോട് നീ കാണിക്കുന്ന നീതി പോലെ ഞാൻ താലി കെട്ടിയ പെണ്ണിനോട് എനിക്കുമുണ്ടടാ കടപ്പാട്. അവളുടെ മനസ്സ് എനിക്കേ അറിയാം, എനിക്ക് മാത്രം. അച്ഛാ, അപ്പൊ ഞാൻ? ആനന്ദ്, ഒരു കടലോളം സ്നേഹം തന്നാണ് നിന്നെ ഞങ്ങൾ വളർത്തിയത്. എന്റെ മനസ്സ് നിറയെ നീയാണ്. നിന്നോടുള്ള ഉത്തരവാദിത്വം അച്ഛൻ നടപ്പാക്കുക തന്നെ ചെയ്യും. എനിക്കല്പം സാവകാശം തരണം. ഈ കാര്യത്തിൽ എന്റെ വഴിയെ അഖിലെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുകയാണ്. നീ തളരാതെ നിൽക്കുമോനെ, അച്ഛനില്ലേ കൂടെ? സുബ്രു അങ്കിൾ. അമ്മേ, ജീവിതത്തിൽ ഓരോരുത്തരുടെ സ്വഭാവത്തിന് അമ്മയെ പ്രാധാന്യം കൊടുക്കേണ്ടത്. അമ്മ എന്റെ ഉള്ളിലുള്ളത് വലിയൊരു വിഗ്രഹമായിട്ടാണ്.
ചില നേരത്തെ ആ വിഗ്രഹങ്ങൾ വീണുടയുമ്പോ നമ്മൾ തകർന്നു പോവും അമ്മേ. അഖില, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിൽ. ആനന്ദിന്റെ മനസ്സിൽ ഒരേ ഒരു ആപ്തമന്ത്രമേ എന്നുള്ളൂ, അമ്മ. അമ്മയ്ക്ക് ചുറ്റുമാണ് അവൻ ജീവിച്ചത്. എന്നും അവന്റെ ലോകം അമ്മ തന്നെയായിരുന്നു. അമ്മയും മകനും തമ്മിലുള്ള അകവഴിഞ്ഞ സ്നേഹം കാണുമ്പോ എനിക്ക് ഒരു അസൂയ തോന്നാറുണ്ട്. ആ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു തർക്കം ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഞാൻ കൊടുത്ത സ്നേഹത്തിനൊക്കെ അവൻ പലിശ സഹിതം പകരം തരിക. എന്നോടൊരക്ഷരം എതിർത്ത് പറയാത്ത ആനന്ദ് ഇപ്പൊ എന്റെ നേരെ ശബ്ദമുയർത്താൻ തുടങ്ങിയിരിക്കുന്നു. അവൻ എന്റെ നേരെ വിരൽ ചൂണ്ടാൻ പഠിച്ചിരിക്കുന്നു. അതും ആർക്കു വേണ്ടി? ആ കല്യാണിക്ക് വേണ്ടി. ആനന്ദ് എതിരൊന്നും പറഞ്ഞില്ലാക്കില്ല. കല്യാണിയുടെ കാര്യത്തിൽ നിനക്കൊരു തെറ്റുപറ്റി, അതവൻ ചൂണ്ടിക്കാട്ടി, അത്രയല്ലേ ഉള്ളൂ. എനിക്കൊരു തെറ്റും പറ്റിയിട്ടില്ല. തെറ്റ് പറ്റുകയില്ല. തെറ്റുപറ്റിയത് അവനാ. തെറ്റും ശരിയും തിരിച്ചറിയുന്നവർ എന്നെ ഉപദേശിക്കാൻ വരാതെ പോയി മകനെ ഉപദേശിക്കാൻ നോക്ക്. എന്തു പറഞ്ഞാലും മകന്റെ കൂടെയാണല്ലോ. ഞാനിപ്പോ അവന്റെ മുറിയിൽ നിന്നാ വരുന്നത്. അമ്മയോട് അങ്ങനെ സംസാരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായതിൽ അവന് ദുഃഖമുണ്ട്. അവൻ അവിടെ വിഷമിച്ചിരിക്കുന്നു, നീ ഇവിടെ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പെരുമാറുന്നതിൽ ഇടയ്ക്ക് നിൽക്കുന്ന ഞാൻ വല്ലാതെ വിഷമിക്കുന്നുണ്ടാക്കില്ല. അമ്മയും മകനും തമ്മിലുള്ള കാര്യമല്ലേ അത്? നിങ്ങൾ തമ്മിൽ ഒന്നും നോക്കിയാ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നടന്നതെല്ലാം കൃഷ്ണേട്ടനും കണ്ടതും കേട്ടതുമല്ലേ? ആർക്കാ തെറ്റുപറ്റിയത്? ആരുടെ ഭാഗത്താ കുറ്റം? അവൻ എന്നോട് അങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ? അതിനെക്കുറിച്ച് കൃഷ്ണേട്ടനൊന്നും പറയാനില്ലേ? അതിനെന്താ നടന്നതാക്കില്ല? ഒരു ചെറിയ കാര്യം. എല്ലാ കാര്യത്തിനും ന്യായമായ തീരുമാനമെടുക്കുന്ന അമ്മ, അതാണ് മക്കളുടെ മനസ്സ്. ആ അമ്മയ്ക്ക് ചില പിശകുകൾ പറ്റുമ്പോൾ മക്കൾ അറിയാതെ പ്രതികരിച്ചു. വിലാസിനി എന്താണെന്നും അവളുടെ ലക്ഷ്യം എന്താണെന്നും നിനക്ക് നന്നായിട്ട് അറിയാം. അവൾ കല്യാണിയെ ഏതൊക്കെ തരത്തിൽ ഉപദ്രവിക്കാമോ അതൊക്കെ ചെയ്യുമ്പോഴും നീ വിലാസിനിയെ അപ്പൊ തന്നെ എതിർക്കുകയും കല്യാണിയുടെ പക്ഷത്ത് ന്യായം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ആ നീ തന്നെ വിലാസിനെ കല്യാണിയെക്കുറിച്ച് അപവാദം പറഞ്ഞപ്പോ ഒന്നും മിണ്ടാതെ കേട്ടു നിൽക്കുകയും അനുകൂലിക്കുകയും ചെയ്തു. അത് അവൻ അവന്റെ അമ്മയെ ചൂണ്ടിക്കാണിക്കണമെന്ന് അവന് തോന്നി, അത്രേ ഉള്ളൂ. അത് വലിയൊരു തെറ്റാണെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ നീ അവനോട് ക്ഷമിച്ചേക്ക്. കൊള്ളാം. ഇപ്പൊ കൃഷ്ണേട്ടൻ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. മകന്റെ ഭാഗത്താണ് ശരിയെന്നല്ലേ? അഖില, പ്ലീസ് ക്ഷമിക്കേ. ക്ഷമിക്കുക എന്നാൽ അതിനർത്ഥം മറ്റുള്ളവർ ശരിയാണെന്നും നമ്മൾ തെറ്റുകാരാണെന്നുമല്ല. മറിച്ച് ബന്ധങ്ങൾ നിലനിർത്താൻ മറ്റുള്ളവരെക്കാൾ കഴിവും അറിവും നമുക്കുണ്ട് എന്നാണ്. ഏതിനും രാവിലെ 8:30 ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവുമല്ലോ. അതുവരെ ഇതൊരു വിഷയമാക്കരുത്. എന്തിനാ അഖില നിങ്ങൾ അമ്മയും മകനും തമ്മിൽ ഇങ്ങനൊരു മാനസിക സംഘർഷം? എനിക്ക് നന്നായിട്ടറിയാം, ഈ മനസ്സ് വേദനിച്ചാൽ ആനന്ദിന്റെ മനസ്സ് വേദനിക്കും. അതുപോലെ തന്നെ തിരിച്ചു. വേണ്ട, എന്നെ തോൽപ്പിക്കാൻ മകന്റെ പക്ഷം പിടിച്ച് വന്നിരിക്കുക കൃഷ്ണേട്ടൻ. അത്തരം ഫിലോസഫി ഒന്നും എനിക്ക് കേൾക്കണ്ട.
എനിക്ക് വലുത് ഈ തൃച്ചംബരത്തിന്റെ അന്തസ്സും അഭിമാനോ. ദയവ് ചെയ്ത് എന്റെ അടുത്തൊന്ന് പോയി തരുമോ? പ്ലീസ്, ഫോർ ഗോഡ്സ് സേക്ക്, ലീവ് മീ അലോൺ. ഹലോ. ആ, എന്തായി ആന്റി? എന്ത് പറയാനാ പ്രിയങ്കേ? ദൈവദൂതന്റെ രൂപത്തിലാ ആ ജോൾസിന്റെ എൻട്രി. തൃച്ചംബരം പുകഞ്ഞു കത്താൻ തുടങ്ങി. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാ ഒടുക്കത്തെ ട്വിസ്റ്റ്. ഹലോ പ്രിയങ്കേ, നീ എന്തോന്നും മിണ്ടാത്തെ? സന്തോഷം കൊണ്ട് ആന്റി. കാതുകൾക്ക് ഇമ്പമുള്ള വാർത്ത കേൾക്കാൻ കാതോർത്തിരിക്കായിരുന്നു ഞാൻ. ആ, പറയൂ, എന്നിട്ട്? ഇപ്പൊ കാര്യങ്ങളുടെ ഏകദേശ രൂപം മനസ്സിലായല്ലോ. അതെ, സന്തോഷമുള്ള ഒരു കാര്യം കൂടി കേട്ടോ. അതിൽ ഏറ്റവും നയനമനോഹരമായ കാഴ്ച അമ്മയോട് കയർത്ത മകനെ അച്ഛൻ പിടിച്ചു മാറ്റിക്കൊണ്ട് പോയതാ. ആന്റി ഇനി ഒരു കാര്യം കൂടി ചെയ്യണം. ഞാൻ പറയുന്നത് ആന്റി ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. നീ പറയുന്നത് എന്തായാലും ഒട്ടും മോശമാവില്ലെന്ന് എനിക്കറിയാം. ശരി പ്രിയങ്കേ, ഞാൻ ഇപ്പൊ തന്നെ ദാസിനെ വിളിക്കാം. പറ്റുമെങ്കിൽ കുറച്ച് കനൽ ആ ഡ്രൈവറുടെ മനസ്സിലേക്കും വാരി വിതറാം. നീ ഫോൺ വെച്ചേക്ക്. വിലാസിനി മേടാണല്ലോ. ഹലോ. ആ, ദാസേട്ടൻ എവിടെയാ? ഞാൻ കാർ ഓടിക്കായിരുന്നു മാഡം. കാർ ഓടിക്കുമ്പോഴേ മുന്നിൽ അപകടം കൂടി ഉണ്ടോന്ന് നോക്കിക്കോ. അതെ, റോഡിലല്ല, ജീവിതത്തിന്റെ കാര്യമായി പറയുന്നേ. എനിക്കൊന്നും മനസ്സിലായില്ല മാഡം. നിങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ. നിങ്ങൾ ഒരു അച്ഛനാണോ? കാര്യം എന്താന്ന് വെച്ചാ പറയും മാഡം. അതെ, അഖിലേച്ചി നിങ്ങളോട് കല്യാണിയുടെ ജാതകം മേടിച്ചോണ്ട് പോയത് ഓർമ്മയുണ്ടോ? ജാതകം കൊണ്ടുവന്ന് കൊടുത്ത ഞാനല്ലേ. അതിന് ശേഷം നടന്നത് വല്ലതും നിങ്ങൾ അറിഞ്ഞോ? ഇല്ല. നല്ല അച്ഛൻ. എന്നാ ഒരു ജോത്സ്യൻ കല്യാണിയുടെയും ആനന്ദിന്റെയും ജാതകം നോക്കിയിട്ട് പറയുവാ നിങ്ങളുടെ മകളുടെ കല്യാണം കഴിഞ്ഞെന്ന്.